മുടിയിട്ട വെള്ളം വിറ്റു. വേലൂരിൽ നിന്ന് കൊണ്ടുവന്ന വെള്ളം എന്ന് പറഞ്ഞിട്ട് കാസിമിയാണ് വിറ്റത്. ഒരു കുപ്പിക്ക് 25,000. ഒരു നയാ കാശിന് ഞങ്ങൾ ഇതിനെ വിറ്റിട്ടില്ല. അയാളോട് നമ്മൾ ചോദിച്ചു, നിങ്ങൾ അപ്പറഞ്ഞ മുടിയിലെ സെനത് എവിടെയെന്ന് ചോദിച്ചു. ഇതുവരെ അവർ സെനത് കൊണ്ടുവന്നിട്ടില്ല. അതുപോലെ തന്നെ കൂരിയാടുന്ന മിന്നാന്ന് നദിവി, അത് നിങ്ങളുടെ പത്രസമ്മേളനം വിളിച്ച നദിവില്ലേ, അദ്ദേഹം അവിടുന്ന് പിന്നെ ഒരു കുറേ വായിച്ചു. ഇന്ന സ്ഥലത്തൊക്കെ മുഹമ്മദ് നബിയുടെ തിരുശേഷപ്പെടുന്ന് വായിച്ചു. അതിന്റെ സെനത് എവിടെയെന്ന് ഞങ്ങൾ ചോദിച്ചു. ഇന്നുവരെ സെനത് കിട്ടിയിട്ടില്ല. നിങ്ങളുടെ പത്രക്കാരോട് ഞങ്ങൾ പറയുന്നത് അവരോടും കൂടി സെനത് ചോദിക്കേണ്ട ഒരു ബാധ്യത നിങ്ങൾക്കുണ്ട്. ഒന്ന് വേലൂരെ സെനത് ഞങ്ങൾക്ക് കിട്ടണം. ഇതുവരെ കിട്ടിയില്ല. വേലൂർ ഞങ്ങൾ പോകാൻ തയ്യാർ, അവർ വരുമെങ്കിൽ. അത് ശരിയല്ലാന്ന് ശരിയില്ലാന്ന് ഞങ്ങൾ പറയുന്നില്ല. ഞങ്ങൾ പറഞ്ഞ് പഠിക്കണം. അതായത് വേലൂരിൽ പോകാൻ അവരും തയ്യാറാണ്, നമ്മൾ തയ്യാറാണ്, നമ്മൾ റെഡി. അവർ കൊണ്ടുവന്ന് വെള്ളം വിറ്റതിന്റെ സെനത് പഠിക്കാൻ പോകാൻ ഞങ്ങൾ റെഡി. ഞങ്ങൾ പറഞ്ഞതിന്റെ പഠിക്കാൻ അവർ വരാൻ റെഡിയില്ല. ഇവിടെയാണ് സത്യസന്ധത തെളിയിക്കപ്പെടുന്ന രംഗം. ഇനി രണ്ടാമത് അയാൾ പറഞ്ഞു മുഹമ്മദ് നബിയുടെ മെദീഡി അടക്കം സൂക്ഷിച്ചിട്ടുണ്ട്. ഞാൻ ഇവിടുന്ന് പ്രസംഗിച്ചാണ് ദാറുൽ ഹുദയെന്ന്. അതിന്റെ സെനത് എവിടെയത് ഞാൻ ചോദിച്ചു. ഇന്നലെ കുറ്റിയാടൻ ചോദിച്ചു. ഇനി ഇൻഷാ അല്ലാഹ് കോഴിക്കോട്ട് നിങ്ങൾ ഇനിയും ചോദിക്കാൻ പോകുന്നുണ്ട്. അതിന്റെ സെനത് അവർക്ക് ഹാജരാക്കാൻ കഴിയുന്നില്ല. ചരിത്രത്തിൽ രേഖപ്പെട്ട സെനതാവോ? അതെ, അതേത് കിതാബ് എന്നാ ചോദ്യം. അതിന്റെ സെനത് മുഹമ്മദ് നബി മുതൽ ഇന്നേ വരെയുള്ള പരമ്പര, ആ പരമ്പര കൊണ്ടുവന്ന് തെളിയിക്കാൻ അവർക്ക് കഴിയൂലെന്ന് ഞാനിപ്പോ ഉറപ്പിച്ച് പറയുന്നത്. എല്ലാ പത്രക്കാരും എഴുതി വെച്ചോളി. കാണിക്കുന്ന കാര്യത്തിൽ രണ്ടാമത് ഞങ്ങൾക്ക് കഴിയും ചെയ്യും, ഞങ്ങൾക്ക് കഴിയും, ഞങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. അതെ, അല്ലല്ല, ഞങ്ങളോട് ഇങ്ങോട്ട് പറയുന്ന അതേ കാര്യം അങ്ങോട്ട് ചോദിക്കാൻ ഞങ്ങൾക്ക് സ്വാതന്ത്ര്യം ഇല്ല. ഞങ്ങൾ പറയുന്നത് ഞങ്ങളോട് ഇങ്ങോട്ട് അവർ ചോദിക്കുന്നത് മുഹമ്മദ് നബി മുതൽക്കുള്ള പരമ്പര വേണം. അതേ ചോദ്യം ഞങ്ങൾക്ക് അങ്ങോട്ട് ചോദിക്കാൻ ഞങ്ങൾക്ക് ഇല്ലേ. ഞങ്ങളൊരു പൗരന്മാരല്ലേ. നിങ്ങൾ എഴുതിയ ഒരു പുസ്തകത്തിലെ രേഖ ഉദ്ധരിച്ച അതിന്റെ ഒരു നമ്മളെ സ്ഥിരപ്പെട്ട ഒരു കിതാബിനെ അടിസ്ഥാനമാക്കി പറയുമ്പോൾ കേരള മുസ്ലിങ്ങളെ എല്ലാവരും അതല്ലേ പറഞ്ഞത്. ഞങ്ങൾക്ക് രേഖ ഉണ്ട്. രേഖ ഇല്ലാതെ ഞങ്ങളിപ്പോ പറഞ്ഞു ഞങ്ങൾക്ക് രേഖ ഉണ്ട്. പറഞ്ഞതിനൊക്കെ അവരെ ഒരു രേഖയില്ല. അവര് പൈസ വാങ്ങി വിറ്റ മുടിക്ക് രേഖ അവർ ഇതുവരെ ഹാജരാക്കിയിട്ടില്ല. രേഖ ഉണ്ടെങ്കിൽ അവർ ഹാജരാക്കട്ടെ. അവരെ കയ്യിൽ മുടിയല്ല. അവരും അതാ രസം. അവര് വേലൂരിൽ നിന്ന് ഫ്രീ ആയിട്ട് കൊടുത്ത വെള്ളമാണ് ഇവിടെ കൊണ്ടുവന്ന് വിറ്റത്. വേലൂരാ മുടിയുള്ളത്. ഏത് മുടി? അത് അവരല്ലേ തെളിയിക്കട്ടെ. അവരെ ഞങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. ഉണ്ട്, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. ഓ അല്ലല്ല, ശരിയല്ലാന്ന് വിശ്വസിക്കലല്ല. ഞങ്ങൾ അവര് വിശ്വസിക്കുന്നു വാദിക്കുന്നു എന്ന് പറയും. വിശ്വസിക്കണേ തെളിവ് വേണം. വാദിക്കുന്നു. ആ വാദം അവരാണ് സ്ഥിരപ്പെടുത്തുന്നത്. അവരത് തെളിയിക്കാൻ തയ്യാറില്ല. ഞങ്ങൾ തെളിയിക്കാൻ തയ്യാറാണ്. അവരത് തെളിയിക്കാൻ അവർ തയ്യാറില്ല. ഞങ്ങൾ തെളിയിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. മനസ്സിലായോ? ആവശ്യപ്പെട്ട് ഒരുപാട് ദിവസം അവരിത് പറയാൻ തുടങ്ങി അന്ന് മുതൽ ഞങ്ങൾ പറയുന്നു, നിങ്ങൾ വാദിച്ചതിന് നിങ്ങൾ തെളിവ് കൊണ്ടുവരണം. ഞങ്ങൾ വാദിച്ചതിന് ഞങ്ങൾ തെളിവ് കൊണ്ടുവരും. ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട്. ആദ്യം ഒന്ന് മർക്കസിൽ വന്നു, അതിന് ഞങ്ങൾ അവർക്ക് തെളിവ് കൊടുത്തു. രണ്ടാമത്തത് തെളിവ് ചോദിക്കുന്നതിൻ്റെ മുമ്പ് അവർ ഈ തെറ്റായ കുപ്രചരണം നടത്താൻ തുടങ്ങിയത് കൊണ്ട് ഇനി നിങ്ങളും ഞങ്ങളും കൂടി കൂടിയിട്ട് വേണം ആ തെളിവിൽ പോകാൻ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾക്ക് വിശ്വാസമുണ്ട്. അല്ല അവര് വിശ്വാസമുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ വന്ന് വിറ്റു. ഞങ്ങൾ പറയുന്നതിന് അവർക്ക് വിശ്വാസം കാണുന്നില്ല. അതെന്തുകൊണ്ട്? അതിന് കാരണം അവർ പറയണം. ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. ഞങ്ങൾക്ക് വിശ്വാസത്തിനല്ല ചോദിക്കുന്നത്. വിശ്വാസം തെളിവ് ചോദിച്ചുകൂടാ. അങ്ങനെ ഉണ്ടോ? വിശ്വാസം തെളിവ് ചോദിച്ചുകൂടാ? അല്ലല്ല, ഞങ്ങൾക്ക് പരമ്പരാഗതമായി കിട്ടിയാൽ തന്നെ വിശ്വസിക്കും. ഈ തെളിവ് വേണമെന്നില്ല. തെളിവ് പല തെളിവുണ്ട്. പരമ്പരാഗതമായി കിട്ടിയാൽ തന്നെ വിശ്വസിക്കും. അത് വിശ്വാസമാണ്. അതേ സമയത്ത് ഇവര് ചോദിക്കുന്ന ഒരു തെളിവുണ്ട്, പരമ്പര. ആ പരമ്പര തെളിവാ ചോദിക്കുന്നത്, വിശ്വാസമല്ല. വിശ്വാസപരമായി പരമ്പരാഗതമായത് വിശ്വസിക്കും. നിങ്ങൾക്ക് പരിചയമുണ്ട്. ആ ഹദ്റജി കുടുംബത്തിലെ സഹോദരന്മാർ കുറേ ഉണ്ട്. അതിൽ ഏറ്റവും വലിയ പണ്ഡിതനും ഈ ഹദ്റജിയുടെ സ്ഥാനത്ത് ഇന്ന് അദ്ദേഹം നടത്തിയിരുന്ന മതപഠന ക്ലാസ് നടത്തുന്ന ആളും ഇവിടെ തന്നെ പാണക്കാട് പണ്ട് വന്നിട്ട് ഒരു മാസം താമസിച്ച് പരിചയപ്പെട്ട ആളും ഇപ്പോൾ ഈ
കേശവുമായി വന്ന സമയത്തും പാണക്കാട് അദ്ദേഹത്തിൻ്റെ മക്കളെല്ലാം കാണാൻ പോയിട്ടുണ്ട്. മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുമായിട്ട് ബന്ധത്തിൻ്റെ പേരിൽ. അങ്ങനെ ബന്ധമുള്ള ആളും അറിയപ്പെട്ട ആളും പ്രശസ്തനും ഇദ്ദേഹമാണ്. മറ്റുള്ളവരെക്കാൾ എത്രയോ പ്രശസ്തനായ പണ്ഡിതനാണ്. ആ പണ്ഡിതൻ ആയിരക്കണക്കിന് പണ്ഡിതന്മാരുടെയും ലക്ഷക്കണക്കിന് മുസ്ലിമീങ്ങളുടെയും അല്ലാത്തവരുടെയും മുമ്പിൽ പ്രഖ്യാപിച്ച കാര്യം അത് തെറ്റാണെന്ന് ഇവർ പറയുമ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് അത് ശരിയായത് ഇന്നതാണെന്ന് ഇവിടെ കൊണ്ടുവന്ന് വായിച്ചു കൊടുത്താൽ അത് നിങ്ങൾ നിർമ്മിച്ചതാണെന്ന് പറയും. അത് പറയാതിരിക്കാനാണ് ഞങ്ങൾ പറയുന്നത്, നിങ്ങൾ വരൂ, ഞങ്ങളും വരാം, ഒന്നായി പോയിട്ട് അദ്ദേഹത്തെയോട് നമുക്ക് വാങ്ങാമെന്ന് പറയുന്നത്. എന്നല്ലാതെ ഞങ്ങൾക്ക് രേഖയില്ലാത്തത് കൊണ്ടോ സംശയമുള്ളത് കൊണ്ടോ അല്ല. ആദ്യത്തെ കേശത്തിന് ഇവർ രേഖയില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ വളരെ വ്യക്തമായി അത് കാണിച്ചപ്പോൾ രണ്ടാമത്തതിന് അവർ ചോദിക്കണ്ടായിരുന്നു ഞങ്ങളോട് രേഖ ഉണ്ടോന്ന്. അത് ചോദിക്കാതെ ജനങ്ങളെ ബുദ്ധിമുട്ടാക്കുകയാണ് അവർ ചെയ്യുന്നത്. ജനങ്ങളെ നശിപ്പിക്കുകയാണ്, ഭിന്നിപ്പുണ്ടാക്കുകയാണ്. ഈ ഭിന്നിപ്പുണ്ടാക്കൽ അവസാനിപ്പിക്കണം. കിട്ടുന്നതിന്റെ ഇടക്ക് അതിന് രേഖ ഉണ്ടെന്ന് പറഞ്ഞവരാണ് നമ്മളെ ഹസറത്തിന്റെ. ആദ്യത്തിൽ രേഖ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കിട്ടിയപ്പോ രേഖ ഇല്ലാന്ന് പറഞ്ഞു. രണ്ടാമത്തത് ആദ്യത്തെ രേഖ പൂർണ്ണമായി പരമ്പര ഞങ്ങൾ വായിച്ചപ്പോ ഇപ്പൊ അവർ അംഗീകരിക്കുന്നില്ല. അതിന്റെ എല്ലാം അവര് പറയുന്നത് അത് ഞങ്ങൾ ഉണ്ടാക്കിയെന്നാ. അപ്പൊ ഇതിനെ സംബന്ധിച്ചു അത് തന്നെ പറയും അവര്. അതുകൊണ്ട് അവരെ കൂട്ടിപ്പോണെന്ന് പറയുന്നത്. അതിന്റെ എല്ലാം പുറമെ അവർ പറഞ്ഞ് എങ്ങനെ രേഖ കൊണ്ടുവന്നാലും കാന്തപുരത്തിന്റെ കയ്യിൽ കിട്ടിയതോട് സ്വീകരിക്കൂല. അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പള്ളിയും അപ്പൊ പിന്നെ അത് പിന്നെ രണ്ടും ഒരേ സ്ഥലത്താണോ വരിക? ഇപ്പൊ പറയണോ? ഏത് പള്ളി? പള്ളിയും ടൗൺഷിപ്പും ഒരേ സ്ഥലത്താണോ വരിക? സൗകര്യമുള്ള സ്ഥലത്ത്, അതൊക്കെ സൗകര്യമുള്ള സ്ഥലത്ത് ഉണ്ടാക്കും. മറ്റു കാര്യം, ഈ പള്ളിക്ക് പിരിക്കാൻ വേണ്ടി അച്ചടിച്ച കൂപ്പണുണ്ടല്ലോ, അതിൽ സീരിയൽ നമ്പറുകൾ ഇല്ലാന്നൊരു. അതെ, അത് ശരിയല്ല. അത് വിദേശത്തുള്ളതിനെ സംബന്ധിച്ചാണ് അവർ പറഞ്ഞത്, ഇവിടുത്തെ സംബന്ധിച്ചല്ല. വിദേശത്ത് അവിടുത്തെ നിയമപരമായിട്ട് എങ്ങനെയാ പറ്റുക പറ്റും പോലെയാണ് കൊടുക്കുക. അതൊന്നും പുറത്തുകൊണ്ടുപോയി കൊടുക്കുന്നതല്ല, പ്രൈവറ്റ് റൂമിൽ പ്രവർത്തകന്മാർ. അതിന്റെ സീരിയൽ നമ്പർ ഉണ്ട്. ഇല്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചെയ്യാം. ഞങ്ങൾ കൊടുക്കുമെന്ന് പറഞ്ഞിട്ടില്ല. മൂപ്പര് ഞങ്ങളോട് ചോദിച്ചിട്ടില്ല. അതൊരു വാർത്ത നിങ്ങളോട് പറയട്ടെ. ഇന്നലെ എന്നോട് ടെലിഫോൺ ചെയ്ത ആളുകൾ ആരെങ്കിലും ഇവിടെ ഉണ്ടാകും, നിങ്ങൾക്ക് വല്ല പ്രതികരണം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞത് പത്രസമ്മേളനത്തിൽ പറയും ഒരു പ്രതികരണവും ഇല്ല എന്നാണ്. പക്ഷേ എൻ്റെ പേരിൽ ഇവിടെ റിപ്പോർട്ടുകളും മറ്റ് എഴുതി കാണിക്കലെല്ലാം വന്നു തിരിച്ചു കൊടുക്കും എന്ന് ഞാൻ അത് പറഞ്ഞിട്ടില്ല. പക്ഷേ ആവശ്യമാണെങ്കിൽ തിരിച്ചു കൊടുക്കും, അത് വേറെ വിഷയം. പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. ഞങ്ങളോട് മൂപ്പര് ചോദിച്ചിട്ടില്ല. തങ്ങൾ ചോദിച്ചിട്ടുമില്ല. അല്ല, പരസ്യമായിട്ടല്ല, ഞങ്ങൾ പരസ്യമായിട്ടല്ല മൂപ്പരോട് വാങ്ങിയത്. പത്രത്തിൽ വന്ന അത് മൂപ്പര ഞാൻ പറഞ്ഞില്ല, കത്ത് കാണിച്ച് തെറ്റിദ്ധരിപ്പിച്ചു. മൂപ്പരെ വഞ്ചിച്ചതാണ്. ശരിക്കും അവര് വഞ്ചിച്ച. അദ്ദേഹം പറഞ്ഞതല്ല, അദ്ദേഹത്തോടാ ചോദിക്കണ്ടേ, ഞങ്ങളല്ല പറയണ്ടേ. അദ്ദേഹം എന്താ പറഞ്ഞത് അദ്ദേഹത്തോടെ ചോദിക്കണ്ടേ. ഞങ്ങൾ ഒരാൾ വേറൊത്ത് പറഞ്ഞ് ഞങ്ങൾ സ്വീകരിക്കില്ല. മൂപ്പര് തന്നെ പറഞ്ഞു ഞങ്ങളോട്. അദ്ദേഹം പറഞ്ഞത് വളരെ ഖേദകരമാണ്. ഈ ഒരു കൊടുത്ത സാധനം മടക്കി വാങ്ങുന്നതിലുള്ള ദോഷങ്ങളും സംഗതികളൊക്കെ അറിയുന്ന ആളാണ് അദ്ദേഹം. അതുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞത് വഞ്ചിച്ച് വാങ്ങിയവര് തിരിച്ചു, നമ്മൾ വഞ്ചിച്ച് വാങ്ങിയിട്ടില്ല. അത് പറഞ്ഞ് ഞാൻ മനസ്സിലാക്കുന്നത് കാസിമിനെ സംബന്ധിച്ചായിരിക്കുന്ന. കാരണം സെനതില്ലാത്ത വെള്ളം കൊണ്ടൊന്ന് 25,000 വിറ്റ് അയാളാണ്. അയാളോടായിരിക്കണം പറഞ്ഞത്. ഒന്നും ഈ കേശത്തിനെ കുറിച്ച് പറഞ്ഞില്ലാന്ന് തങ്ങൾ പറഞ്ഞു. അപ്പൊ തങ്ങൾ അത് അറിഞ്ഞിട്ട് നുണ പറയാം. അല്ല, അത് മൂപ്പരോട് പറഞ്ഞിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അവിടെയുള്ള എല്ലാ സംഗതിയും മൂപ്പരോട് അന്ന് പറഞ്ഞോളണമെന്നില്ലല്ലോ. അതൊരു തെളിവല്ല. ചികിത്സക്ക് വന്നതാ, തെളിവല്ല, ചികിത്സക്ക് വന്നതാണ്. ഇവിടെ ഒരു കേസത്തിന്റെ ഒരു വിവാദം ഉണ്ടായിരുന്നുവെങ്കിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ പറയുന്നത് ശരിയാണ്. ഒരു വിവാദം ഇല്ലാത്ത സമയത്ത് അവിടെയുള്ള വീട്ടിലുള്ള സാധനം എല്ലാം ഇങ്ങനെ പറയും ഒരാൾ. അല്ല, അതിലൊക്കെ പുറമെ ഇപ്പോൾ ഇവരെ കത്തിൽ പറഞ്ഞിട്ടുള്ളത് അങ്ങനെ അവിടെ ഒരു സൂക്ഷിപ്പ് ഇല്ല എന്നാണല്ലോ. ഇന്നു നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി നോക്കാം. ഹദർജിയുടെ വീട്ടിൽ ഈ ആധാറുകൾ സൂക്ഷിക്കാൻ വേണ്ടി പ്രത്യേകമായ ഒരു റൂം ഉണ്ട്. ആ റൂമിൽ വളരെ ഭദ്രതയോടുകൂടി സൂക്ഷിച്ചു വച്ചിട്ടുണ്ട്. അത് കൊല്ലത്തിൽ 2 പ്രാവശ്യം പ്രദർശിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിൻ്റെ പിതാവും ഈ കാണുന്ന സഹോദരന്മാരും എല്ലാം നിന്നുകൊണ്ടുള്ള ഫോട്ടോകൾ അവിടെയുണ്ട്. അങ്ങനെ കണ്ണുകൊണ്ട് കാണുന്ന ഒരു സാധനം ഇല്ല എന്ന് ഇവിടെ അങ്ങോട്ട് പറഞ്ഞാൽ അത് എന്താണ് അതിന് അർത്ഥമുള്ളത്? ഉണ്ട്. അതാ ഞാൻ പറഞ്ഞത്, പ്രദർശിപ്പിക്കാറില്ല എന്ന് വാദിച്ചപ്പോ ഞാൻ ഇവിടുന്ന് അദ്ദേഹത്തിന്റെ കൂടെ മുഫ്തിയായിട്ട് അവിടുത്തെ ഔക്കാഫിൽ ഉണ്ടായിരുന്ന സുലൈമാൻ ഫർദിനെ ഞാൻ ടെലിഫോൺ ചെയ്തു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞ് ഞാൻ എൻ്റെ പ്രസംഗത്തിൽ കേൾപ്പിക്കുന്നുണ്ട്.
അവിടെ തന്നെ മജ്മഉ സഖാഫ എന്ന് പറഞ്ഞ അബുദാബിയിലെ പ്രഗത്ഭമായ ഒരു വലിയ സ്ഥാപനമുണ്ട്. അവിടുത്തെ പ്രഗത്ഭനായ പണ്ഡിതനാണ് ബാറൂദ്. ആ ബാറൂദ് അതിൽ ഒപ്പിട്ടുണ്ട്, ഈ ഉസ്താദിന് കൊടുത്ത രേഖയിൽ ഒപ്പിട്ടിട്ടുണ്ട്, വേറൊരു ഖാദി ഒപ്പിട്ടിട്ടുണ്ട്. അങ്ങനെ അവിടുത്തെ പണ്ഡിതന്മാരൊക്കെ ഒപ്പിട്ട് കൊടുത്ത ഒരു രേഖ, അത് വെറും രേഖയാണെന്ന് പറയാൻ മാത്രം ഞങ്ങൾ തരണ്ടാവൂല. അതിൻ്റെ അടിരേഖ പരിശോധിക്കണം അതിന് എന്ന് അവർ പറയുന്നത്. അവർ കൂടി വന്നാൽ പരിശോധിക്കാൻ ഞങ്ങൾ റെഡിയാണെന്നും പറയുന്നത്. അവരതിന് തയ്യാറാകുന്നില്ല. ഇതാ വിഷയം. റെഡി, ഞങ്ങൾ റെഡി, നിങ്ങളെല്ലാം വന്നോളി. റെഡി, ഞങ്ങൾ റെഡി. അങ്ങനെ ചെയ്യാം, അങ്ങനെ ചെയ്യാം. ആവശ്യമില്ലാതെ വിവാദം ജനങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളോട് വളരെ ഇനിയിപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അങ്ങനെ ചിലതൊരു തമാശ വിരുത്തലൊക്കെ നിങ്ങൾ ചോദിക്കലുണ്ടല്ലോ, ചോദിക്കുന്നതിനൊന്നും വിരോധമല്ല. വളരെ ആത്മാർത്ഥമായിട്ട് അവസാനം നിങ്ങളോട് പറയുന്നത് ഇതാണ്. ഞങ്ങൾ ഒന്നുകൂടി വ്യക്തമാക്കുന്നു, ആദ്യത്തെ തിരുകേശം ലഭിച്ചു. അത് പ്രദർശിപ്പിക്കുന്ന സമയത്ത് അവർ അതിനെ എതിർത്തു. അതിന് പരമ്പരയില്ല, ശരതില്ല എന്നെല്ലാം പറഞ്ഞു. അന്ന് അവരോടുള്ള ചോദ്യത്തിൽ തന്നെ അവർ പറഞ്ഞതാണ് ശരിയായ പരമ്പരയുള്ളത്, വേണമെങ്കിൽ അബുദാബിയിലെ അഹമ്മദ് ഹദർജിയുടെ അടുക്കൽ പോയാൽ കാണാം എന്ന് അവർ പറഞ്ഞിട്ടുള്ളത് ഇവിടെ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അങ്ങനെ ഞങ്ങളുടെ ആദ്യം കിട്ടിയ തിരുകേശത്തിൻ്റെ പരമ്പര പൂർണ്ണമായി ഞങ്ങളങ്ങ് വായിച്ചപ്പോൾ അവർ പറയുന്നു അത് നിങ്ങൾ എവിടുന്നോ നിർമ്മിച്ചുണ്ടാക്കിയതാണ് എന്ന്. അവരോട് ഇപ്പോഴേന് ഞങ്ങൾ ഇതിൻ്റെ പരമ്പര വായിച്ചാൽ അതും പറയും നിങ്ങൾ നിർമ്മിച്ചുണ്ടാക്കിയതാണെന്ന്. അത് പറയാതിരിക്കാനാണ് ഈ അഹമ്മദ് ഹസ്രജി മാത്രമല്ല അതിൽ ഒപ്പുവെച്ചത്. അബുദാബി ഷെയ്ഖ് ഖലീഫ ഭരണാധികാരി, അദ്ദേഹത്തിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്, ഗ്രന്ഥങ്ങൾ ശേഖരിക്കുകയും അടിക്കുകയും ചെയ്യുന്ന. ആ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവൻ ഇതിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. അതുപോലെ അവിടുത്തെ ഉന്നതന്മാരായ പ്രധാന പണ്ഡിതന്മാർ ഒപ്പുവെച്ചിട്ടുണ്ട്. ഈ ഒപ്പുവെച്ചിട്ടാണ് അവിടെ ഞങ്ങൾക്ക് വായിച്ച് കേൾപ്പിച്ച. അതിൽ പറയുന്നത് ഞങ്ങളടുക്കൽ വളരെ വ്യക്തമായ രേഖപ്രകാരം കിട്ടിയതാണ് നിങ്ങൾക്ക് തരുന്നത് എന്ന്. അതിന് സാക്ഷിയായിട്ട് 4 പണ്ഡിതന്മാരും അവിടെ ഒപ്പിട്ടിട്ടുള്ള ഇത് അവർ സ്വീകരിക്കാതെ ഇനി ഒരു പരമ്പര ഞങ്ങളോട് ചോദിക്കുമ്പോൾ ആ പരമ്പര ഞങ്ങൾ അവർക്ക് കൊടുത്താൽ അതവർ പറയും ഇപ്പോൾ നിങ്ങൾ ഉണ്ടാക്കിയതാണെന്ന്. നേരത്തെ അവർ ചോദിക്കുകയായിരുന്നു വേണ്ടത്, അത് ചോദിച്ചില്ല. ഈ പരസ്യമായി ജനങ്ങളെ മുഴുവനും പാവപ്പെട്ട ജനങ്ങളെ ഭിന്നിപ്പിച്ച് കലഹത്തിലാക്കുന്നതിന് ഇത് ചെയ്തു. ഇനിയെങ്കിലും അത് അവസാനിപ്പിക്കാൻ ഞങ്ങൾ പറയുന്നു. അവർ ഞങ്ങളെ കൂടെ വരട്ടെ, ഞങ്ങൾ ഏതു സമയത്തും പോകാൻ തയ്യാറാണ്. അഹമ്മദ് ഹദർജിയുടെ അടുക്കൽ പോയി സനദില്ല എന്നാണ് അദ്ദേഹത്തിന് കാണിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഞങ്ങൾ ഇതിൽ നിന്ന് ഇത് ഖേദിച്ച് മടങ്ങാൻ തയ്യാറാണ്. അദ്ദേഹം കാണിക്കുകയാണെങ്കിൽ ഇവരും ഖേദിച്ച് മടങ്ങണം. അതുവരെ അവർ നിർത്തണം, ഭിന്നിപ്പ് നിർത്തണം, ജനങ്ങൾ തമ്മിലുള്ള ഭിന്നിപ്പുണ്ടാക്കണം. പാണക്കാട് തങ്ങളെ പറഞ്ഞതിൽ ഞങ്ങൾക്ക് വലിയ ഖേദമുണ്ട്. അദ്ദേഹം ഈ തെറ്റിദ്ധരിപ്പിച്ചിട്ടാണെന്ന് നമുക്ക് തന്നെ മനസ്സിലാകുന്നു. എന്നാൽ ഞാനിപ്പോൾ തങ്ങളെ കൊണ്ട് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കട്ടെ എന്ന് പറയുന്നത് നമ്മൾ കേൾക്കുന്നു. ഒരു സാധനം അറ്റസ്റ്റ് ചെയ്യിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് വന്നൊരു കത്ത് പിടുത്ത് ഒരാളെ കൊണ്ട് ഒപ്പുവെപ്പിച്ചാൽ അറ്റസ്റ്റ് എന്നാണോ അതിന് പറയുന്നത്? ഒപ്പുവെച്ചില്ല, ഇങ്ങനെ കാണിച്ചു കൊടുത്തില്ല. നീലമഷിയാന്ന് അതിന് കാരണം പറഞ്ഞേ. നീലമഷി ഫോട്ടോ കോപ്പി ഇത്തിട്ടുണ്ടാക്കാൻ കഴിയില്ല. അപ്പം അതുകൊണ്ട് ഈ ജനങ്ങളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കുന്നത് അവസാനിപ്പിക്കാൻ ഞങ്ങൾ ആഹ്വാനം ചെയ്യുന്നു. നിങ്ങളെല്ലാവരും അതിനോട് സഹകരിക്കണം. പള്ളി ഉണ്ടാക്കാൻ നിയമപരമായി മാത്രമാണ് പള്ളി ഉണ്ടാക്കുക. അന്ന് നിങ്ങൾ ഞങ്ങൾക്കെല്ലാവർക്കും സഹായിക്കണം. വഞ്ചിച്ചുകൊണ്ട് ഒരു പൈസ പോലും ഞങ്ങൾ ആരോടും വാങ്ങിയിട്ടില്ല. വാങ്ങിയത് വളരെ വ്യക്തമായി പരസ്യപ്പെടുത്തി രേഖാമൂലമാണ് വാങ്ങിയിട്ടുള്ളത്. അതിൽ ഞങ്ങളുടെ അടുക്കൽ കണക്കും റിക്കാർഡുകളും എല്ലാം ഉണ്ട്. ഞങ്ങൾ 1000 കോടിയിലധികം ഉറുപ്പിക 33 കൊല്ലം കൊണ്ട് മർക്കസിന് ഞങ്ങൾ ഉണ്ടാക്കി ചെലവഴിച്ച് കഴിഞ്ഞു പോയിട്ടുണ്ട്. 1000 കോടിയിലധികം ഉറുപ്പിക അവിടെ 30 കൊല്ലം പഠിച്ച വിദ്യാർത്ഥികൾ ഭക്ഷിച്ച ഭക്ഷണം, അവർ കൊടുത്ത് കീറിപ്പോയ വസ്ത്രം, അവർ താമസിച്ച ബിൽഡിങ് ഉൾപ്പെടെ ഞങ്ങൾ 33 കൊല്ലം കൊണ്ട് 1000 കോടിയിലധികം ഉറുപ്പിക ഉണ്ടാക്കി ചെലവഴിച്ചിട്ടുണ്ട്. വെസ്റ്റ് ബംഗാളിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 100-ലധികം വീടുകൾ നിർമ്മിച്ചു കൊടുത്തു, മദ്രസകൾ നിർമ്മിച്ചു കൊടുത്തു. അതുപോലെ ഇന്ത്യ രാജ്യത്ത് 1000-ൽ പരം പള്ളികൾ നിർമ്മിച്ചു, കിണറുകൾ നിർമ്മിച്ചു. ഇതെല്ലാം ചെയ്തതിന് ഞങ്ങൾ 1000 കോടിയിലധികം ഉറുപ്പിക ചെലവഴിച്ചിട്ടുണ്ട്.
ആ ചെലവഴിച്ചതൊന്നും ഇങ്ങനെ ഒരു കൃത്രിമുണ്ടാക്കിയോ വഞ്ചന ചെയ്തിട്ടോ വാങ്ങിയതല്ല, പരസ്യമായി വാങ്ങിയതാണ്. ഞങ്ങൾ കമ്മീഷൻ എടുക്കുന്നവരോ കമ്മീഷൻ കൊടുക്കുന്നവരോ അല്ല. ഒരു ഉറുപ്പിക പോലും കമ്മീഷൻ എടുക്കാതെ ഉണ്ടാക്കിയിട്ട് ചെയ്യുന്നവരാണ് ഞങ്ങൾ. ഇത് ആ പ്രവൃത്തി അതേ നിലക്ക് തന്നെ ഞങ്ങൾ തുടരുന്നു. ഞങ്ങൾക്ക് ഇങ്ങനൊരു വഞ്ചന ഉണ്ടാക്കിയിട്ട് ഇവിടെ പള്ളി ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൂടി നിങ്ങളോട് പ്രത്യേകമായി വിനയത്തോടു കൂടി പറയുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഇത്രയും നേരം ഇരുന്നതിലും വേണ്ടതുപോലെ ചോദിച്ച് മനസ്സിലാക്കിയതിലും ക്രോസ് ചെയ്യേണ്ടടുത്ത് ക്രോസ് ചെയ്തിട്ടും മനസ്സിലാക്കിയതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയും നമുക്ക് കാണാം അടുത്ത്.